കഴിഞ്ഞ ദിവസം CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീമാൻ KK രാഗേഷ് ഒരു മാധ്യമ സമ്മേളനം വിളിച്ചു ചേർക്കുകയുണ്ടായി. അതിനകത്ത് ജില്ലയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അസംബ്ലി സീറ്റിൻ്റെ ഘടനയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ വിജയവും ഒക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പക്ഷേ അത് അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാനാണ് എന്ന് കൃത്യമായി ബോധ്യം വരും. അദ്ദേഹം ഏറ്റവും ഒടുവിലായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൽ ഇക്കുറി നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾക്കുള്ള മറുപടിയാണ്. പക്ഷേ ആ കാര്യത്തിനകത്ത് ഞങ്ങൾ എന്താണോ പറഞ്ഞത്, ഏറ്റവും പ്രാധാന്യത്തോടെ ഞങ്ങൾ എന്താണോ പറഞ്ഞത്, ആ കാര്യത്തിൽ അദ്ദേഹം ബോധപൂർവം യാതൊരു മറുപടിയും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അദ്ദേഹം തെറ്റായ രൂപത്തിൽ ഒരു പ്രചരണം കൂടി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് CPM-ൻ്റെ മാർഗരേഖ, ആ മാർഗരേഖ പൂർണ്ണമായും മറികടന്ന് അദ്ദേഹത്തിൻ്റെ സഹോദര ഭാര്യ, അദ്ദേഹം അതിന് വ്യാഖ്യാനിച്ചത് സഹോദര ഭാര്യയല്ല, മറിച്ച് CPM അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റിയിലെ അംഗത്തിൻ്റെ ഭാര്യ എന്നാണ്. അത് രണ്ടും ഒന്നാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ സീറ്റ് നൽകിയിട്ട് അവരെ മത്സരിപ്പിച്ചു എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. സാധാരണഗതിയിൽ കണ്ണൂർ കോർപ്പറേഷനിൽ തന്നെ CPM-ൻ്റെ പ്രമുഖരായ ആളുകളുണ്ട്, അവർ പ്രമുഖരായെന്ന് വ്യാഖ്യാനിച്ച ആളുകളുണ്ട്. അന്ന് ഞങ്ങൾ പറഞ്ഞു, കൊറ്റാളി ഡിവിഷനിൽ മത്സരിച്ച T. രവീന്ദ്രൻ, അദ്ദേഹം ആദ്യം മത്സരിച്ചത് പൊടിക്കുണ്ട് ഡിവിഷനിലാണ്, അവിടുത്തെ കൗൺസിലറായിരുന്നു. മൂന്നാം തവണ ആയതുകൊണ്ട് 2 തവണ ജയിച്ചു എന്നതിൻ്റെ പേരിൽ പൊടിക്കുണ്ട് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതെ അദ്ദേഹത്തെ മാറ്റി നിർത്തി. താഴെച്ചുവയിൽ ഷഹീദ എന്ന് പറയുന്നൊരു കൗൺസിലർ കഴിഞ്ഞ തവണ ജനറൽ സീറ്റിൽ മത്സരിപ്പിച്ചു, ഇത്തവണ 3-ാം തവണ ആയതുകൊണ്ട് വനിതാ സംവരണ സീറ്റായിട്ട് പോലും സീറ്റ് നൽകാതെ മാറ്റി നിർത്തി. പറഞ്ഞ കാരണം 2 തവണയും ഞങ്ങൾ കൊടുക്കൂ. ഇവിടെ 2 തവണ മത്സരിച്ച് 2-ാമത്തെ തവണ പഞ്ചായത്ത് പ്രസിഡൻ്റായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദര ഭാര്യ അനീഷക്ക് 3-ാമതും സീറ്റ് നൽകി. ആ സീറ്റ് നൽകിയത് ജനറൽ സീറ്റിലാണ്, അദ്ദേഹത്തിൻ്റെ വീട് ഉൾപ്പെടെയുള്ള സീറ്റാണ്. ആ സീറ്റ് നൽകിയതിന് മാനദണ്ഡങ്ങൾ മറികടന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. മറ്റൊരു കാര്യം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ചിട്ടാണ് എന്നുള്ളതാണ് ഞങ്ങൾ ആ ആരോപണം. അദ്ദേഹം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയമുറിയിൽ നിർത്തിയത് ശരിയല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെറ്റ് ചെയ്താൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഞങ്ങൾക്ക് വിമർശിക്കാൻ ഉത്തരവാദിത്തമുണ്ട്, അവകാശമുണ്ട്. ജനാധിപത്യ സംസ്ഥാനത്ത്, രാജ്യത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ SIR നടപടികളുമായി ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ഇന്ത്യ സഖ്യവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM-ഉം ഒക്കെ തന്നെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. ആ സമയത്ത് മിണ്ടാതിരിക്കുന്ന രാഗേഷ് ഇപ്പോൾ അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം നമുക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളൊക്കെ പറഞ്ഞതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഒന്ന്, ഞങ്ങളൊന്ന് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം മറുപടി പറയാത്തൊരു കാര്യം, അനീഷക്ക് 3-ാം തവണയും സീറ്റ് കൊടുത്തതിന് മാർഗരേഖ ലംഘിച്ചു എന്നതാണ്. അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. 2-ാമതും വീണ്ടും പഞ്ചായത്ത് പ്രസിഡൻ്റാക്കി മാറ്റാൻ വേണ്ടി മുണ്ടേരി ഗ്രാമപഞ്ചായത്തിനെ വീണ്ടും വനിതാ സംവരണമാക്കി അദ്ദേഹം മാറ്റി എന്നുള്ളതാണ്. അതിന് അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് തീരുമാനമെടുക്കുമ്പോൾ നറുക്കിട്ടിട്ടല്ല തീരുമാനമെടുത്തിട്ടുള്ളത്. അത് കേരളത്തിൽ അങ്ങനെ ചില പഞ്ചായത്തുകൾ ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ്. പക്ഷെ അത് മുണ്ടേരി തന്നെ അങ്ങനെ വന്നു. അതിനാണ് രാഗേഷ് ഇടപെട്ടത്. രാഗേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന സ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് വന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സും പ്രവൃത്തിയും ഇപ്പോഴും അവിടെ തന്നെയാണ്. ആ നിലയുള്ള പ്രവർത്തനത്തിലാണ് അദ്ദേഹം മുണ്ടേരി ഗ്രാമപഞ്ചായത്തിനെ വീണ്ടും വനിതാ സംവരണ പഞ്ചായത്താക്കി മാറ്റിയത് എന്നത് ഞങ്ങൾ ഗൗരവപൂർവ്വം തന്നെയാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കും എന്ന് പറഞ്ഞാൽ നടപടി എടുക്കട്ടെ. അദ്ദേഹം പറഞ്ഞിട്ടാണ് നടപടി എടുക്കുന്നതെങ്കിൽ ആ നിലയിൽ നടപടി എടുക്കട്ടെ, ഞങ്ങളത് നേരിടാൻ തയ്യാറാണ്. അപ്പോൾ അതിനും ഞങ്ങൾ പറഞ്ഞത് എന്താ, അത് മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൻ്റെ അണ്ടറിലുള്ള അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. CSR ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ നിർമ്മാണങ്ങളും ആ നിർമ്മാണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അഴിമതിയെക്കുറിച്ചുമാണ് ഞങ്ങൾ പറഞ്ഞത്. ആ അഴിമതിക്ക് അത് വിപുലപ്പെടുത്താൻ വേണ്ടിയിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ അഴിമതിയെ മറച്ചു പിടിക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പ്രവർത്തികളൊക്കെ ചെയ്തത് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ജില്ലാ പഞ്ചായത്താണ് എല്ലാം നിരീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു.
അങ്ങനെയാണെങ്കിൽ അവിടെ നിർമ്മിച്ച ഓഡിറ്റോറിയത്തിനകത്ത് വരുന്ന വരുമാനം, ആ വരുമാനം എന്തുകൊണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് പോകുന്നില്ല? അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി അവിടെ പ്രവർത്തിക്കുന്നു. അദ്ദേഹം ഇന്നൊരു ജനപ്രതിനിധി പോലുമല്ല. അപ്പോൾ ജനപ്രതിനിധി പോലും അല്ലാത്ത ഒരാളിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് അവിടെയുള്ള ഓഡിറ്റോറിയത്തിലെ വരുമാനം ഉൾപ്പെടെ പോകുന്നു. അത് അവർ ചെലവഴിക്കുന്നു. ആ ചെലവഴിക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് അവിടെയുള്ള പാർട്ടി സഖാക്കന്മാരെ തിരികെ കയറ്റുന്നു. ആ തിരികെ കയറ്റുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹോദരൻ്റെ ഭാര്യയുടെ അമ്മയെയും ഉൾപ്പെടെ അവിടെ നിയമിച്ചു എന്നതാണ് ഞങ്ങൾ പറഞ്ഞത്. അദ്ദേഹം അതിനൊന്നും മറുപടി പറഞ്ഞില്ല. ഇവിടെ കോർപ്പറേഷനകത്തായാലും മറ്റുള്ള സ്ഥലത്തായാലും CPM ഇത്തവണ നടത്തിയ രാഷ്ട്രീയ കച്ചവടം, ആ കച്ചവടം അദ്ദേഹം പല ഘട്ടത്തിലും പലതും മൂടി വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ചില സ്ഥലത്തുള്ള വോട്ടിൻ്റെ കണക്ക് വെച്ച് അദ്ദേഹം UDFനെ ആക്ഷേപിക്കുമ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള അദ്ദേഹം നടത്തിയ ഇടപാടുകളെക്കുറിച്ച് നമുക്ക് കൃത്യമായി ബോധ്യമുണ്ട്. ആ കണക്കുകൾ ഞങ്ങൾ കഴിഞ്ഞ തവണ അവതരിപ്പിച്ചതാണ്. ഇവിടെ CPM അവർ ജയിച്ചതും അവർ ശക്തമായിട്ട് രണ്ടാമതായി നിൽക്കുന്ന സ്ഥലത്തും വളരെ പിറകോട്ട് പോയിട്ട് വോട്ടുകൾ UDFൻ്റെ, കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് കൊക്കയംപാറയിൽ നടന്നത്. കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാളും ഏറ്റവും താഴ്ന്ന നിലയിൽ 2 തവണ വിജയിച്ച സ്ഥലമാണ് CPM. ഇപ്പം 3ാം സ്ഥാനത്തേക്കായെന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ ലഭിച്ചതിൻ്റെ പകുതി വോട്ട് മാത്രമാണ് ലഭിച്ചത്. തുളിച്ചേരിയിൽ 1028 വോട്ട് കഴിഞ്ഞ തവണയുണ്ട്. അവിടെയാണ് 567 വോട്ടായിട്ട് ചുരുങ്ങുന്നത്. വോട്ട് എവിടെ പോയി? ഞങ്ങളുടെ പാർട്ടി വോട്ട് എവിടെ പോയി എന്ന് അന്വേഷിക്കണ്ടേ? എന്നാൽ അതിനകത്ത് അന്വേഷണ കമ്മീഷൻ വെച്ച് പരിശോധിക്കും എന്ന് പറയുന്നില്ല. CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇരിക്കുന്ന സ്ഥലത്ത് മുമ്പ് 225 വോട്ട് വരെ കിട്ടിയ സ്ഥലത്ത് ഇപ്പോൾ 89 വോട്ട് മാത്രമാണ്. നമ്മൾ ആലോചിച്ചാൽ മതി. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ BJPക്ക് വോട്ട് മറിച്ച് നൽകുന്ന സംവിധാനം അവിടെ ഉണ്ടായി. അറക്കൽ ഡിവിഷനിൽ കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാളും പകുതിയായിട്ട് LDFന് വോട്ട് കുറഞ്ഞത് എങ്ങനെ? അതുപോലെ തന്നെ ഇവിടെയും കസാനക്കോട്ട ഡിവിഷനിലും ഒരു ശ്രമം നടത്തി. പക്ഷേ അവിടെ UDF ജയിച്ചു. അപ്പം ജില്ലയിൽ വ്യാപകമായി ഈ രൂപത്തിൽ കോൺഗ്രസിനെ തകർക്കാൻ, UDFനെ തകർക്കാൻ അവർ ബോധപൂർവം തന്നെ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊക്കെ അറിയാം, അദ്ദേഹം പറഞ്ഞത് കോർപ്പറേഷനിലെ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് 2 സീറ്റ് കൂടുതൽ കിട്ടിയത്. ആ 2 സീറ്റ് കൂടുതൽ കിട്ടിയതിന് അദ്ദേഹം പറഞ്ഞ ന്യായം വാർഡ് വിഭജനം നടത്തിയത് നമുക്ക് അനുകൂലമായിട്ടാണ് എന്നാണ്. ഇടതുപക്ഷം നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ഇവിടുത്തെ സെക്രട്ടറി ആയാലും അഡീഷണൽ സെക്രട്ടറി ആയാലും ചുമതലപ്പെടുത്തിയ അഡീഷണൽ സെക്രട്ടറി ആയാലും പാർട്ടിയുടെ എല്ലാ നയരൂപീകരണങ്ങളിലും ഈ 5 വകുപ്പുകളും, അതായത് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ടൗൺ പ്ലാനിങ്ങും എഞ്ചിനീയറിങ്ങും ഉൾപ്പെടെയുള്ള 5 വിഭാഗങ്ങളെ ചേർത്ത് ഒന്നിച്ചുകൊണ്ട് ഒരു വകുപ്പാക്കാൻ വേണ്ടി പാർട്ടി തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിലെ കമ്മിറ്റിയിലെ ഏറ്റവും പ്രമുഖനായ ആളാണ് ഈ ഇലക്ഷൻ നിയന്ത്രിച്ച വാർഡ് വിഭജനം ഉൾപ്പെടെ നടത്തിയ കണ്ണൂർ കോർപ്പറേഷനിലെ അഡീഷണൽ സെക്രട്ടറി. അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്തത്. അദ്ദേഹം ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വാർഡ് വിഭജനം നടത്തിയത് എന്നാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിലെ ജയത്തെക്കുറിച്ച് എന്തിനാണ് അദ്ദേഹം വലിയ വായിൽ വിളിച്ചു പറയുന്നത്? ഇപ്പം ജില്ലാ പഞ്ചായത്തിൽ അവർ ജയിച്ചപ്പോൾ അവർക്ക് ഒരു സീറ്റ് അധികം കിട്ടിയെന്ന് പറയുമ്പോൾ അവിടെ വാർഡ് വിഭജനം നടത്തിയത് കൊണ്ടാണ് അങ്ങനെ കിട്ടിയത് എന്ന് അദ്ദേഹം സമ്മതിക്കാൻ തയ്യാറാവണം. അത് അദ്ദേഹം സമ്മതിക്കുന്നത് അത് അവരുടെ പ്രവർത്തനത്തിൻ്റെ മികവാണ്. പരാജയപ്പെടുമ്പോൾ വാർഡ് വിഭജനത്തിൻ്റെ പോരായ്മയാണ്. ഈ നിലയിൽ വ്യാഖ്യാനിച്ച് അണികളെ ഉൾപ്പെടെ ജനങ്ങളെ ഉൾപ്പെടെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ശ്രീ KK രാഗേഷ് നടത്തുന്നത്. ഇപ്പോൾ ദൗർഭാഗ്യവശാൽ KK രാഗേഷ് വോട്ട് ചെയ്ത ഒരു സ്ഥാനാർത്ഥിയും അവിടെ ജയിച്ചിട്ടില്ല. അവിടെ ഗ്രാമപഞ്ചായത്തിൽ എത്രയോ തവണ 46 വർഷമായിട്ട് അവർ ജയിക്കുന്ന ഡിവിഷനിൽ വാർഡിൽ CPM മാത്രം ജയിക്കുന്ന വാർഡിൽ അവിടെ മത്സരിച്ച് ജയിച്ചത് UDF ആണ്. അദ്ദേഹത്തിൻ്റെ ബ്ലോക്ക് ഡിവിഷൻ അവിടെ ഉറച്ച സീറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ജയിച്ചത് UDF ആണ്. അവിടെയുള്ള ജില്ലാ പഞ്ചായത്ത് അത് മയ്യൽ ഡിവിഷനാണ്, ആ ഡിവിഷൻ ജയിച്ചത് UDF ആണ്. ഇപ്പോഴും ജയം UDFന് ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാദം അത് വിചിത്രമായ വാദമാണ്. വാസ്തവത്തിൽ ആ പ്രദേശം അദ്ദേഹം ജീവിക്കുന്ന വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ സഹോദര തുല്യമെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആ ആളുകളെ അവർ വർഗീയവാദിയായിട്ട് ചിത്രീകരിച്ചു എന്നുള്ളതാണ്. തികഞ്ഞ വർഗീയവാദികളാണ് അവിടെയുള്ള ആളുകൾ എന്ന് ആക്ഷേപിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. കാരണം അവിടെ എല്ലാ കാലത്തും ഐക്യത്തോടെ നിന്നു എന്ന് വെച്ചാൽ LDF ജയിച്ചു, LDF പരാജയപ്പെട്ടപ്പോൾ അത് വർഗീയ ചിന്താഗതി കൊണ്ടാണ് അവർ പരാജയപ്പെട്ടതെന്നും UDF ജയിച്ചത് എന്ന് പറയുന്നത് ആ പ്രദേശത്തെ മതനിരപേക്ഷ വിശ്വാസികളായിട്ടുള്ള അവിടുത്തെ ആളുകൾ
അവിടെ ബോധപൂർവം ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതിന് അദ്ദേഹം മാപ്പ് പറയണമെന്നാണ് നമുക്ക് സൂചിപ്പിക്കേണ്ടത്. ആ പ്രദേശത്തെ ജനങ്ങളോട് മാപ്പ് പറയണം. ഇത്രയും കാലം അദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ജയിപ്പിച്ച ആളുകളാണ്. അവർ ഭൂരിപക്ഷ പ്രദേശമാണ്, ഇസ്ലാം മത വിശ്വാസികൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് എന്നൊക്കെ ഇപ്പം പറയുമ്പോൾ കഴിഞ്ഞ കാലത്ത് അദ്ദേഹം ഊറ്റം കൊള്ളത് ഇവരൊക്കെ നമുക്ക് അനുകൂലമായി ചിന്തിക്കുന്നു. മാറി ചിന്തിക്കുമ്പോൾ അവർ വർഗീയവാദിയായി ചിത്രീകരിക്കുന്ന ഏറ്റവും തരംതാണ രാഷ്ട്രീയ നിലപാടാണ് ശ്രീ KK രാഗേഷ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് റസീന അവരുടെ വോട്ട് ഒരു അസാധുവായപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അതിനുശേഷം CPMൻ്റെ വോട്ടാണ് അസാധുവായത്. അതിനുശേഷം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ നറുക്കെടുത്തിട്ടാണ് അവിടെ സനേഷ് UDFിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സനേഷ് വിജയിച്ചിട്ടുള്ളത്. ഏതായാലും ആ ജനവിധി പൂർണ്ണമായിട്ടും എല്ലാ അർത്ഥത്തിലും CPMൻ്റെ പറ്റിയിട്ട് ഏറ്റവും വലിയ ആഘാതം തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കാനും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താനും തയ്യാറാകുന്നതിന് പകരം ജനങ്ങളെ ആക്ഷേപിക്കുക, വർഗീയവാദികളായി ചിത്രീകരിക്കുക, ജനങ്ങളെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുക, ഈ സമീപനമാണ് ശ്രീ KK രാഗേഷ് സ്വീകരിക്കുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയണം. ഏതായാലും അവിടെ പരാജയപ്പെട്ടെങ്കിൽ വലിയ വോട്ടിന് ജയിക്കുന്ന വർഷങ്ങളായിട്ട് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന സീറ്റ് തോക്കുകയും തൊട്ടപ്പുറത്ത് 500-ലധികം വോട്ടിന് ജയിക്കുന്ന സീറ്റാണ് CPM തലമണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ 30 വോട്ടിനാണ് UDF പരാജയപ്പെട്ടത്. നമ്മൾ ആലോചിച്ചാൽ മതി. തൊട്ടപ്പുറത്തുള്ളൊരു സീറ്റ് അയ്യപ്പൻ മലയുടെ മറുവശത്തുള്ള സീറ്റ്, അവിടെ 13 വോട്ടിനാണ് UDF തോറ്റത്. കൊളത്തുവയൽ സീറ്റ് 13 വോട്ടിനാണ് തോറ്റത്. അപ്പം നമുക്കറിയാം, അതുകൂടി UDFിലേക്ക് വന്നിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ ഈക്വലാകുന്ന പ്രശ്നമില്ല. അപ്പം അത്രമാത്രം ജനവിരുദ്ധ സമീപനത്തിലേക്ക് CPMഉം അദ്ദേഹത്തിൻ്റെ അതിന് നേതൃത്വം നൽകുന്ന ജില്ലാ സെക്രട്ടറി ഒക്കെ മാറി എന്നുള്ളതാണ്. അത് തിരുത്താൻ തയ്യാറാകുന്നതിന് പകരം മറിച്ച് ജനങ്ങളെ വെല്ലുവിളിക്കുക, യഥാർത്ഥ വസ്തുതകൾ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ആളുകളെ ആക്ഷേപിക്കുക, അഴിമതിക്കാരായി ചിത്രീകരിക്കുക. ഏതായാലും തയ്യാറുണ്ടെങ്കിൽ അന്വേഷിക്കാൻ അദ്ദേഹം മാറി നിന്ന് അന്വേഷിക്കണം. 60 കോടിയോളം രൂപ ചെലവഴിക്കുമ്പോൾ ഒരു ടെൻഡറുമില്ല, എല്ലാം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക്. അവരെന്നിട്ട് പ്രാദേശികമായ കരാറുകാരെ കൊണ്ട് പ്രവൃത്തി ചെയ്യിപ്പിക്കുക. ഞങ്ങൾ പറഞ്ഞ ആക്ഷേപം അതൊക്കെ തന്നെയാണ്. അതിനോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ടുള്ള നിർമ്മാണങ്ങൾ എവിടെയൊക്കെ നടന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ട്. ഈ നിർമ്മാണം സ്കൂളിൽ നടക്കുമ്പോൾ അതിനോടൊപ്പം നടന്ന നിർമ്മാണങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് കൃത്യമായി നമുക്ക് അറിയാം. അതൊക്കെ നമ്മൾ പറയേണ്ട അവസരമുണ്ടെങ്കിൽ അതൊക്കെ വിളിച്ചു പറയും. അതൊക്കെ ഇതുകൊണ്ട് മറ്റുള്ള ആളുകളെ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്ക്, അമ്പലപ്പറമ്പിൽ നിന്ന് മാല മോഷ്ടിച്ചവൻ്റെ കഥ, അത് ചേരുക അദ്ദേഹത്തിനാണ്. നമ്മൾ വിളിച്ചു പറയുക. നമ്മൾ സാധാരണഗതിയിൽ പറയില്ല, കുമ്പളങ്ങ കട്ടവൻ്റെ തലയിൽ അതാ നര എന്ന് പറയുമ്പോൾ തല തടവുന്നവരെ സംശയിക്കണം എന്ന് പറയുന്നത് പോലെ ഇവിടെ ഞങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെയല്ല എന്ന് വരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആ ശ്രമം കാണുമ്പോൾ നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ഉൾപ്പെടെ കാണുമ്പോൾ ഏതായാലും അതൊക്കെ നമുക്ക് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങളെക്കാൾ കൂടുതൽ ഈ കാര്യം മനസ്സിലാക്കുന്നത് ആ പാർട്ടിക്കകത്തുള്ള പ്രവർത്തകന്മാരാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞാൽ അദ്ദേഹത്തിന് നന്ന് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മുണ്ടേരി പഞ്ചായത്തിൽ നമ്മൾ ശരിക്ക് UDF 3 സീറ്റിൽ തോറ്റിട്ടുണ്ട്. അത് കേവലം നാമമാത്രമായ വോട്ടാണ്. അതായത് കുളത്തുവയൽ എന്ന വാർഡിൽ 13 വോട്ട്, CPMൻ്റെ കോട്ടക്കോത്തളം എന്ന് പറയുന്ന വാർഡിൽ നമ്മുടെ സ്ഥാനാർത്ഥി അൻവർ സാദത്ത് തോറ്റത് 13 വോട്ടുകൾക്കാണ്. അതുപോലെ തലമുണ്ടയിൽ നിസാർ എന്ന് പറയുന്ന UDFൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തോറ്റത് 35 വോട്ടുകൾക്കാണ്. അതുപോലെ ഇരുവങ്കൈ എന്ന് പറയുന്ന വാർഡിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി മുംതാസ് തോറ്റത് 35 വോട്ടുകൾക്കാണ്. കേവലം നാമമാത്ര വോട്ടുകൾക്ക് 3 സീറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടെങ്കിലും ആ പഞ്ചായത്തിനകത്ത് ഐക്യജനാധിപത്യ മുന്നണി പ്രസിഡൻഷിപ്പിൽ മത്സരിച്ചപ്പോൾ CPMൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ വോട്ട് അസാധുവായി. തീർച്ചയായും CPMൻ്റെ കേഡർ സ്ഥലത്തു നിന്ന് വരുന്ന ഒരു സുനിൽകുമാർ എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി മെമ്പറായ CPMൻ്റെ മെമ്പറാണ് വോട്ട് അസാധുവാക്കിയത്. അത് പരിശോധന വിധേയമാക്കണം. സത്യത്തിൽ ഞങ്ങൾക്ക് കൃത്യമായ സംശയം CPMൻ്റെ KK രാഗേഷിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് ആ മെമ്പർ വോട്ട് അസാധുവാക്കിയത് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അത് തീർച്ചയായും UDFന് അനുകൂലമായി മാറുകയും UDF വിജയിക്കുകയും ചെയ്തു. അതുപോലെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ചു. 46 വർഷമായി മുണ്ടേരി പഞ്ചായത്ത് CPM നിയന്ത്രണത്തിലാണ്. ആ പഞ്ചായത്താണ് തിരിച്ച് UDFൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ വന്നിട്ടുള്ളത്. മാത്രമല്ല, നേരത്തെ മോഹൻ സൂചിപ്പിച്ചതുപോലെ മുണ്ടേരി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ മുദ്രാ പദ്ധതി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയാണ് നേരത്തെ സൂചിപ്പിച്ചു.
ജില്ലാ പഞ്ചായത്തിന് കീഴിലാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ, മുണ്ടേരി ഗവൺമെൻറ് സ്കൂൾ ജില്ലാ പഞ്ചായത്തിന് കീഴിലാണ്. പക്ഷേ ആ ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനവും നടത്തുന്നത് ഒരു പ്രത്യേക കമ്മിറ്റിയാണ്. കെ രാഗേഷ് ചെയർമാനായിട്ട്, അതുപോലെ അവിടുത്തെ ഒരു CPM-ൻ്റെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരു ബാബു മാസ്റ്റർ ജനറൽ കൺവീനറായിട്ട്, അതുപോലെ വേണു മാസ്റ്റർ മറ്റൊരു ട്രഷറായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുദ്രാ പദ്ധതിയുടെ ഭാഗമായി അവിടെ തുടങ്ങിയ ഓഡിറ്റോറിയമുണ്ട്. ആ ഓഡിറ്റോറിയത്തിൻ്റെ വരുമാനം സത്യത്തിൽ പോകേണ്ടത് ജില്ലാ പഞ്ചായത്തിലേക്കാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് ഓഡിറ്റോറിയത്തിൻ്റെ വരുമാനം പോകുന്നില്ല. അതുപോലെ ഒരു വലിയ ഗ്രൗണ്ട് ബാക്കിലുണ്ടാക്കുന്നത്. നേരത്തെ കാലങ്ങളായി മുണ്ടേരി ഭാഗത്തുള്ള ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഫുട്ബോൾ കളിക്കുന്ന, ഫുട്ബോളിൻ്റെ ഏറ്റവും നല്ല കായിക രംഗത്ത് ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്നവരാണ് മുണ്ടേരി കാഞ്ഞിരോട് പ്രദേശത്തുള്ളത്. ആ ഗ്രൗണ്ട് ഇപ്പോൾ ഈ മുദ്രാ കമ്മിറ്റിയുടെ കീഴിലാണ്. സാധാരണക്കാർക്ക് ആൾ കളിക്കണമെങ്കിൽ ആൾ പ്രത്യേകമായ ഫീസ് കൊടുക്കണം. ആ വരുമാനവും ചെലവഴിക്കുന്നത് നേരെ മുദ്രാ കമ്മിറ്റി എന്ന് പറയുന്ന ആ കമ്മിറ്റിയിലേക്ക് പോകുന്നു. ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു പണവും പോകുന്നില്ല, ജില്ലാ പഞ്ചായത്തിൻ്റെ അക്കൗണ്ടിലേക്കല്ല പോകുന്നു. ഈ പണം ആ മുദ്രാ കമ്മിറ്റിയാണ് ചില. ആ കണക്കിനെ കുറിച്ച് വ്യക്തമായി നമ്മുടെ നാട്ടുകാരെ, സാധാരണക്കാരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അവർ മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ കണക്ക് സംബന്ധിച്ച്, അതുപോലത്തെ അവിടെയുള്ള വരുമാനങ്ങളെ സംബന്ധിച്ച്, അത് ചെലവഴിക്കുന്നതിനെ കുറിച്ച് മധ്യത്തിൽ പൊതുജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തണം എന്നാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇല്ല, ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു ഓപ്പറേഷനും ഇല്ല. ഞങ്ങൾ രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള ഒരു മത്സരം, ഞങ്ങളുടേതായ അംഗങ്ങളെ ആ കൃത്യസമയത്ത് അവിടെ എത്തിച്ചു. അവർ വോട്ട് രേഖപ്പെടുത്തി, അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തു. എന്നതിനപ്പുറം ഞങ്ങൾ അത്തരം കാര്യത്തിലൊന്നും ഇടപെട്ടിട്ടില്ല. ഇല്ലാത്ത കാര്യം പറയുന്നില്ല. സ്വാഭാവികമായും അത് പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ കഴിഞ്ഞ 2009 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ കെ രാഗേഷ് ആയിരുന്നു സ്ഥാനാർത്ഥി. ആ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ റിസൾട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാകും. അന്നത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ ആ പ്രദേശത്ത് രാഗേഷിന് കിട്ടിയ വോട്ടും പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ കിട്ടിയ വോട്ടും ഒക്കെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം ബോധ്യമാകും. ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇല്ല, ഞങ്ങൾക്ക് അത്തരം ഇതൊന്നുമില്ല. ഞങ്ങൾ സ്വാഭാവികമായും അവർ അത് ചെയ്യും എന്നത് ഞങ്ങളുടെ ഒരു വിശ്വാസമായിരുന്നു. അങ്ങനെ വരും. അവിടെയുള്ള നേതാക്കന്മാർ പരസ്പരം ചർച്ച ചെയ്തതിൻ്റെ അകത്ത് അത്രമാത്രം അഭിപ്രായ വ്യത്യാസം ആ പ്രദേശത്ത് പാർട്ടിക്കകത്തുണ്ട്. തലമുണ്ട എന്നൊക്കെ പറയുന്നൊരു സ്ഥലം നമ്മുടെയൊക്കെ ബാല്യകാലം മുതൽ അവിടെ പൊന്നാപുരം കോട്ട എന്നൊക്കെ പറഞ്ഞ രൂപത്തിൽ എല്ലാവിധത്തിലും മറ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ആളുകൾക്ക് പ്രവർത്തിക്കാനുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത തരത്തിലുള്ള പാർട്ടി ഗ്രാമമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ബൂത്തുകൾ സന്ദർശിക്കുന്ന ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ആദ്യഘട്ടത്തിലെ അനുഭവം ഇപ്പോൾ 3-4 തെരഞ്ഞെടുപ്പായിട്ട് അത്തരം ഇല്ല. അത് വളരെ പരിതാപകരമായിരുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഐഡൻറ്റിറ്റി കാർഡൊക്കെ വരുന്നതിന് മുൻപ് ഒരാൾ 6, 7, 8, 10 വോട്ടുകളൊക്കെ തന്നെ മാറി മാറി ആളുകളെ ഭീഷണിപ്പെടുത്തി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തുള്ള ആളുകൾക്കാണ് ഈ പറഞ്ഞ രൂപത്തിലൊരു മാറ്റം. അതാണ് 500-ലധികം വോട്ടിന് ജയിക്കുന്ന സീറ്റിൽ 35 സീറ്റിൽ മാത്രം ജയിക്കുന്ന ദയനീയമായ ഒരവസ്ഥ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് പ്രവർത്തകന്മാർക്ക് അതിനകത്ത് വലിയ എല്ലാ തരത്തിലുള്ള പ്രയാസമുണ്ട്. ആ പ്രയാസമാണ് അവർ വോട്ടിലൂടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മെമ്പർ അങ്ങനെ സ്വീകരിച്ചെങ്കിലും ജനങ്ങൾ വോട്ടിലൂടെ ഐക്യജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്കൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ലാണ്ട് ഇത്ര ഭൂരിപക്ഷമൊന്നും ഐക്യജനാധിപത്യത്തിന് കിട്ടിയില്ല. അവരെ കോത്തളങ്ങളിൽ വോട്ട് കൃത്യമായി UDF-ന് അനുകൂലമായി മറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതിൻ്റെ അകത്ത് കണ്ണൂർ കോർപ്പറേഷൻ്റെ വാർഡ് വിഭജനത്തെക്കുറിച്ച് പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ്റെ വോട്ടിൻ്റെ കണക്കെടുത്താൽ ഞങ്ങൾ ഏകദേശം ജയിക്കാനും അവരുടെ വോട്ടൊക്കെ ഏകീകരിച്ചു ഒരു സ്ഥലത്തൊക്കെ എന്നൊക്കെ രൂപത്തിലാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു സീറ്റ് അങ്ങനെ കാണിച്ചു തന്നാൽ ഞങ്ങൾ ആ പറഞ്ഞ പണിയെടുക്കാം. ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ CPM നിർദ്ദേശിക്കേണ്ടത്, പറയേണ്ടത് തെളിവ് സഹിതം പറയണം. എന്താ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിച്ച സീറ്റുകൾ നമ്മുടേതാണ് പറയാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിച്ച സീറ്റുകൾ അത് UDF-ൻ്റേതാണ്. 1000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പള്ളിപ്പുറത്ത്. 800-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നിർച്ചാലും താണയിലുമൊക്കെയുണ്ട്. അപ്പോൾ പടന്നയിൽ 860ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം പടന്നയിൽ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യത്തെ തവണ LDF ജയിച്ച, അതായത് കോർപ്പറേഷൻ രൂപീകരിച്ച ആദ്യത്തെ തവണ LDF 300ഓളം വോട്ടിന് ജയിച്ച സീറ്റാണ് പടന്ന ഡിവിഷൻ. അവിടെ കഴിഞ്ഞ തവണ തൊട്ട് മുമ്പത്തെ ഇലക്ഷനിൽ സിയാദങ്ങൾ
300-400 വോട്ടിന് ജയിച്ചു. ഇത്തവണ അതിൻ്റെ ഇരട്ടിയിൽ 800-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിക്കുന്നത്. ആ ഡിവിഷനിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. മനസ്സിലാക്കേണ്ടത് UDFന് അനുകൂലമായി മാറ്റിമറിച്ചു എന്ന് പറയുന്ന ആളുകൾ സത്യത്തോട് മുഖംതിരിക്കുകയാണ്. കാര്യമായി മാറ്റങ്ങൾ ഇല്ലാതിരുന്ന പേരുകളിൽ പോലും മാറ്റങ്ങൾ ഇല്ലാതിരുന്ന ഒരു കോർപ്പറേഷനാണ് കണ്ണൂരിലേത്. കാരണം മിക്കവാറുമുള്ള വാർഡിൻ്റെ ഘടനയും കോർപ്പറേഷൻ നിശ്ചയിച്ച മാനദണ്ഡവും ഒക്കെ ഒത്തുവരുന്നതായതുകൊണ്ട് അതിനകത്ത് എടക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പഴയ പ്രദേശത്ത് 3 ഡിവിഷനുകളിൽ കൂടുതൽ അംഗസംഖ്യ ഉണ്ട് വീടിൻ്റെ എണ്ണം എന്ന നിലയിൽ ആ 3 ഡിവിഷനിൽ നിന്നും കുറച്ച് ഭാഗങ്ങളെടുത്ത് കാഞ്ഞിര എന്ന് പറയുന്നൊരു ഡിവിഷൻ ഉണ്ടാക്കി അല്ലാത്ത സ്ഥലത്ത് വീടിൻ്റെ എണ്ണം ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ക്രമീകരണം നടത്തി എന്നതൊഴിച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. കൊറ്റാളി ഡിവിഷനിൽ മാറ്റം ഉണ്ടാക്കിയിട്ടാണോ 400 വോട്ടിന് അവർ ജയിച്ച സ്ഥലത്ത് 4 വോട്ടിന് നമ്മൾ ജയിക്കുന്നത്? അവിടെ 2 തവണ ജയിച്ച കുന്നാവ് ഡിവിഷനിൽ 200-300 വോട്ടിന് അവർ ജയിച്ചിട്ടുണ്ട്. അവിടെയാണ് അവർ തോൽക്കുന്നത്. 1 വോട്ടിന് ഞങ്ങൾ പരാജയപ്പെടുന്നത്. 1 വോട്ടിനാണ് അവർ ജയിച്ചത്. അവിടെ എന്ത് മാറ്റമാണ് ആ ഡിവിഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇപ്പം തുളിച്ചേരി ഡിവിഷനിൽ ഒരു മാറ്റവും ഇല്ലല്ലോ. 1028 വോട്ട് എങ്ങനെ 567 വോട്ടായിട്ട് ചുരുങ്ങി? അപ്പോൾ ഓരോ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ തോറ്റതിനൊരു കാരണം കണ്ടുപിടിക്കുമ്പോൾ അത് മറ്റു പലതിനും സൂട്ടാവുന്നില്ല. ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ഘടന ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തിണമെങ്കിൽ മണിക്കൂറുകളോളം യാത്ര ചെയ്യണം. പഴയകാലത്ത് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ UDF ജയിക്കുന്ന വാർഡുകളെ പൂർണ്ണമായും വികലമാക്കിയും വികൃതമാക്കിയും ആ വാർഡുകൾ മാറ്റിയിട്ടാണ് അവർ ജയിക്കേണ്ട തരത്തിലുള്ള വാർഡുകൾ ഉണ്ടാക്കി മാറ്റിയിട്ടുള്ളത്. അതും ജനങ്ങൾ അട്ടിമറിച്ചു. 2010-ലാണ് ഇതിനു മുമ്പ് വാർഡ് വിഭജനം നടന്നത്. അന്നും CPM നടത്തിയത്. ആ വാർഡ് വിഭജനം അവർക്ക് ഗുണം ചെയ്തിട്ടില്ല. അന്ന് ഇന്ന് ഉള്ളതിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ ഗ്രാമപഞ്ചായത്തുകൾ UDFന് നേടാൻ കഴിഞ്ഞു. ഇന്ന് വീണ്ടും അവർ വാർഡ് വിഭജനം നടത്തി. മലപ്പട്ടത്തൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പ് മുമ്പ് പറഞ്ഞതാണ്, ഒരു മാപ്പിനകത്ത് കാണുന്നത് പോലെ ഒരു നദി രേഖപ്പെടുത്തുന്നത് പോലെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ രൂപത്തിൽ വലിയ വികലമാക്കി വികൃതമാക്കിയിട്ടാണ് വാർഡ് ഉണ്ടാക്കിയത്. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് പോലും ഈ കണ്ണൂർ ജില്ലയിൽ 9ഓളം പുതിയ പഞ്ചായത്തുകൾ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. പുതുതായിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും വലിയ 530ഓളം ഗ്രാമപഞ്ചായത്തുകൾ UDFൻ്റെ കൈകളിലേക്ക് വന്നു. മുനിസിപ്പാലിറ്റികളിൽ 54 മുനിസിപ്പാലിറ്റികൾ UDFിൽ വന്നു. കോർപ്പറേഷൻ 6 4 UDF ആണ്. 1 മാത്രമാണ് LDF. 1 LDFിൽ നിന്ന് പോയത് BJPയിലേക്കാണ്. അപ്പം നമ്മൾ ഇതൊക്കെ ഈ വസ്തുതകളെ അത് ശരിയായ രൂപത്തിൽ വിലയിരുത്താനോ അവതരിപ്പിക്കാനോ തയ്യാറാകാതെ ആദ്യഘട്ടത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് ചെയ്യുക, പിന്നീട് വിശദമായി ഇരുന്ന് ചർച്ച ചെയ്തിട്ട് പാർട്ടി ഘടകങ്ങൾക്ക് വേറെ റിപ്പോർട്ട് കൊടുക്കുക, അതാണ് CPM സ്വീകരിക്കുന്നൊരു സമീപനം. അല്ല, അത് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് ഇതിനകത്ത് വനിതാ സംവരണ പഞ്ചായത്തായിട്ട് മാറ്റിയതിന് ശേഷം സ്ഥാനാർത്ഥി നിർണയ സമയത്താണ് നമ്മൾ ഈ ഗൂഢാലോചന പുറത്തേക്ക് ഉള്ളത് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. കാരണം അവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സഹോദര ഭാര്യയെ വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയിട്ട് ജനറൽ സീറ്റിൽ കൊണ്ടുപോയി നിർത്തുന്നു. അതും ഉറച്ച കോട്ടയെന്ന് പറയുന്ന സീറ്റിനകത്തേക്ക്. അപ്പോൾ അന്നേരമാണ് നമ്മളെ മുമ്പിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. ആ സമയത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളിത് ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് വേണ്ടത്ര ശ്രദ്ധ വരില്ല എന്ന ബോധ്യമുള്ളത്. കാരണം ഇലക്ഷൻ സമയത്ത് ഉണ്ടാകുന്ന ആരോപണം പോലെ അങ്ങ് തള്ളിക്കളയും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അത് ഞങ്ങൾ ആ നിലയിൽ സമീപനം സ്വീകരിച്ചെങ്കിലും CPM പാർട്ടി പ്രവർത്തകന്മാർ, അവരുടെ അനുഭാവികൾ അത് വളരെ ഗൗരവപൂർവ്വം വീക്ഷിച്ചു. ആ വീക്ഷിച്ചതിൻ്റെ തെളിവാണ് 100-ലധികം വോട്ടിനാണ് അവർ തോറ്റത്. CPM 100-ലധികം വോട്ടിനാണ് അവർ പരാജയപ്പെടുന്നത്. അപ്പോൾ അത് പാർട്ടി പ്രവർത്തകന്മാർ അത് ഏറ്റെടുത്തു. കാരണം ഇത് ബോധപൂർവം അധികാരം പിടിച്ചെടുത്ത് അതിൻ്റെ മറവിൽ അഴിമതി നടത്താൻ മറ്റൊന്ന് ആ നിലയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ അഴിമതിക്ക് മറപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന ബോധ്യമുണ്ടായപ്പോഴാണ് ആ നിലയിൽ പാർട്ടി പ്രവർത്തകന്മാർ തന്നെ പ്രതികരിച്ചത്. അതിനെ അങ്ങനെ നിസ്സാരവൽക്കരിച്ചിട്ട് ഒരു പത്രസമ്മേളനത്തിലൂടെ മറുപടി അർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുച്ഛിച്ച് തള്ളിയാൽ ജനങ്ങളിൽ നിന്ന് ഇനിയും തിരിച്ചടി ഉണ്ടാകും എന്നവർക്ക് മനസ്സിലാക്കുന്നത് നന്നാണ്.